പ്രിയപ്പെട്ടവരെ, 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ ഇന്നറിയാം. വൈകിട്ട് 3:30 തൃശൂർ രാമനിലയത്തിലാണ് പ്രഖ്യാപനം. മികച്ച നടനായ മമ്മൂട്ടിയും ആസിഫ് അലിയും ടൊവിനോയും വിജയരാഘവനും തമ്മിലാണ് മത്സരം. കനി കുസൃതിയും ദിവ്യപ്രഭയും സുരഭി ലക്ഷ്മിയും തമ്മിലാണ് മികച്ച നടിക്കായുള്ള മത്സരം. ഷാബാസ് അഹമ്മദോട് കൂടുതൽ വിവരങ്ങളുമായി. ഷാബാസ് അഹമ്മദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ചോർന്നു കിട്ടിയോ? ആരായിരിക്കും മികച്ച നടൻ? എന്തായാലും മത്സരം കടുത്തതാണെന്നത് ഉറപ്പാണ്. ഒരു പിടി മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചവരാണ് ഇവരെല്ലാവരും. ഇവർക്ക് ആർക്ക് കിട്ടിയാലും നമുക്ക് ഒരേപോലെ സന്തോഷം, അല്ലേ ഷാബാസ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ എന്ന കാര്യത്തിൽ ഒന്നും മുൻകൂട്ടി പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്തരത്തിൽ എല്ലാവരും തമ്മിൽ കടുത്ത മത്സരമാണ്. എല്ലാവരും ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരാണ്. മലയാള സിനിമയ്ക്ക് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ആളുകളാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 3:30 തൃശ്ശൂരിൽ വെച്ചാണ് പ്രഖ്യാപനം. 128 സിനിമകളിൽ നിന്നാണ് അവസാന റൗണ്ടിലേക്ക് 38 ചിത്രങ്ങൾ ജൂറി അധ്യക്ഷനായ പ്രകാശ് രാജ് തിരഞ്ഞെടുത്തത്. എന്തായാലും വൈകുന്നേരം 3:30 അത് ആരൊക്കെയാണെന്ന് അറിയാം. ഈ മികച്ച നടന്മാരിലേക്ക് തന്നെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഈ ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ കൊടുമൺ പോറ്റിയായി നിറഞ്ഞാടിയ മമ്മൂട്ടിയാണ് അതിൽ ഒന്നാമത്തെ പേരുകാരൻ. മറ്റൊന്ന് ആസിഫ് അലിയാണ്. ഈ കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിലൂടെ വേറിട്ട കഥാപാത്രം അവതരിപ്പിച്ച ആസിഫ് അലിയാണ് രണ്ടാമത്തെ പേരുകാരൻ. മറ്റൊന്ന് നടൻ വിജയരാഘവനാണ്. കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിൽ തന്നെ ഈ അപ്പുപിള്ള എന്ന വിമുക്ത ഭടനായിക്കൊണ്ട് മറവി രോഗം ബാധിച്ച അച്ഛനായി ഒരു ശ്രദ്ധേയമായ പ്രകടനം, അതായത് ഒരു അതിസങ്കീർണമായ റോള് അനായാസം അവതരിപ്പിച്ച വിജയരാഘവനാണ് മറ്റൊന്നുള്ളത്. മറ്റൊന്ന് ടൊവിനോ തോമസ് ആണ്. അജയന്റെ രണ്ടാം മോഷം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിച്ച ടൊവിനോ തോമസ് ആണ് മികച്ച നടന്മാരുടെ സാധ്യതാ പട്ടികയിൽ അവസാന റൗണ്ടിലേക്ക് ഇടം പിടിച്ചവരിലുള്ളത്. നടിമാരുടെ കാര്യത്തിലും അത്തരത്തിൽ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാൻസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഓൾ വി ഇമാജിനസ് എന്ന ലൈറ്റ്സ് ഇന്ത്യയുടെ അഭിമാന ചിത്രമായി മാറിയിരുന്നു. ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ദിവ്യപ്രഭയും കനി കുസൃതിയുമാണ് ഈ അവസാന റൗണ്ടിലേക്ക് വന്നവരിലുള്ളത്. മറ്റൊന്ന് അനശ്വര രാജനാണ്. രേഖാചിത്രം എന്ന സിനിമയിൽ രേഖാ പത്രോസ് എന്ന ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിച്ച അനശ്വര രാജനും ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. മറ്റൊന്ന് നസ്രിയയാണ്. ഈ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിൽ പ്രിയദർശിനി എന്ന കഥാപാത്രം അവതരിപ്പിച്ച നസ്രിയും ഈ ലിസ്റ്റിലുണ്ട്. അങ്ങനെ ഈ നടിമാരുടെ കാര്യത്തിലും കടുത്ത പോരാട്ടമാണുള്ളത്. മറ്റൊന്ന് ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ഈ നവാഗത സംവിധായകരുടെ കാര്യത്തിലാണ്. അതിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രവും ജോർജ് ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന ചിത്രവും ഈ മത്സര രംഗത്തുണ്ട്. അരുൺകുമാർ. ഓക്കെ, ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്.